മഹോന്നതനും പരിശുദ്ധനുമായ നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രേരണ ലഭിച്ച ഒരു ചിന്ത, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച ആത്മീക നന്മകളും അനുഗ്രഹങ്ങളും എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്. ക്രിസ്തു നമ്മുടെ നേതാവാണ്. നാം അവനെ വീണ് കുമ്പിടണം, നമസ്കരിക്കണം. അവൻ ലോകത്തെ വെന്ന ജേതാവാണ്. അവൻ വേഗം വീണ്ടും വരുന്നവനാണ്. ഈ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വരവിലൂടെ നമുക്ക് സാധ്യതമാക്കിയ നിരവധി അനുഗ്രഹങ്ങളുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ, യേശുക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളും ഞാനും സ്വന്തമാക്കിയിരിക്കുന്ന ഈ വിലയേറിയ രക്ഷ, അത് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു, ഉന്നതമായ പദവികൾ നമുക്ക് നൽകി, വിലയേറിയ പ്രത്യാശയും നൽകി. അതുകൊണ്ട് തന്നെ ക്രിസ്തു മുഖാന്തരം നാം ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, അത് എണ്ണി എണ്ണി പറയുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. ദൈവസന്നിധിയിലേക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് അടുപ്പിച്ചിരിക്കുന്നത് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അവനെ ആരാധിക്കുവാനുമാണ്. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നാം ഒന്ന് ധ്യാനിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും. അങ്ങനെ യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളാണ് എൻ്റെ ഹൃദയത്തെ കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് പ്രേരിപ്പിച്ചത്. അതിലൊന്നാമതായി കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ ക്രൈസ്റ്റ് ഈസ് അവർ വിസ്ഡം, ക്രിസ്തു നമ്മുടെ പരിജ്ഞാനമാണ്, നമ്മുടെ ജ്ഞാനമാണ് എന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് ലഭിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. അത് നാം ക്രിസ്തുവിലെ പരിജ്ഞാനം നമ്മളിലേക്ക് വന്നത് മുഖാന്തരം ദൈവിക പരിജ്ഞാനമുള്ളവരായി തീർന്നു എന്നുള്ളതാണ്. കൊലോസ്യർ 2-3 വാക്യങ്ങൾ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനമാണ്, വിവേകപൂർണതയുടെ സമ്പത്താണ്. നാം അവനെ പ്രാപിച്ചതോടുകൂടെ അത് പ്രാപിച്ചു. 3-ാം വാക്യം പറയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. യു ക്യാൻ അവെയിൽ ഇറ്റ്. ഇത് നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിലുള്ള ആ പരിജ്ഞാനവും പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങളും നമുക്ക് സ്വന്തമായി. സോ ക്രൈസ്റ്റ് ഈസ് അവർ വിസ്ഡം. ക്രിസ്തു നമ്മുടെ ജ്ഞാനമാണ്. കൊലോസ്യ ലേഖനത്തിൽ നാം കാണുന്നത് പോലെ യേശു ക്രിസ്തുവിനെ നാം കണ്ടെത്തിയതോടുകൂടെ ദൈവീക ജ്ഞാനവും ദൈവീക മർമ്മങ്ങളും അതിൻ്റെ നിക്ഷേപങ്ങളുടെ അവകാശികളായി നാം തീർന്നു. ക്രിസ്തുവിൽ നാം പരിജ്ഞാനപൂർണരായി തീർന്നു എന്ന വിലയേറിയ അനുഗ്രഹം നമുക്ക് ഉണ്ടായി. രണ്ടാമതായിട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 5-21 വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. We might become the righteousness of God in him. ക്രിസ്തുവിൽ നാം ദൈവത്തിൻ്റെ നീതി ആയി തീർന്നു. നാം അവിടെ നിന്നും മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി നാം അംഗീകരിച്ച് ദൈവമക്കളായി തീർന്നതോടുകൂടെ നാം
ദൈവത്തിൻ്റെ നീതിയായി തീർന്നു. യേശുക്രിസ്തു ആണ് ദൈവത്തിൻ്റെ നീതി. എന്നാൽ ദൈവത്തിൻ്റെ നീതിയായ ക്രിസ്തു നമുക്ക് നീതിയായി തീർന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് നാം നീതീകരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി ദൈവം കണക്കിട്ടു. അതുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം we have got a right stand before God. ദൈവത്തിൻ്റെ മുമ്പാകെ നീതിയോടെ ശരിയായ നിലയിൽ നിൽക്കുവാൻ നമുക്ക് അവകാശം ലഭിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അവകാശത്തോടെ, യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവർ എന്നുള്ള അവകാശത്തോടെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയും. കാരണം പാപമറിയാത്ത ദൈവ കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നത് കൊണ്ട് നമുക്ക് ദൈവിക നീതി ലഭിച്ചു. നാം അവിടെ വായിക്കുന്നത് നമുക്ക് വേണ്ടി അവനെ പാപമാക്കി എന്ന് പറയുമ്പോൾ പ്രായശ്ചിത്ത യാഗമാക്കി അവനെ മാറ്റി. അഥവാ പാപ ശുദ്ധീകരണ യാഗമായി യേശുക്രിസ്തു തീർന്നു. അങ്ങനെയാണെങ്കിൽ പാപമറിയാത്ത യേശുക്രിസ്തുവിന്റെ മേൽ നിങ്ങളുടെയും എന്റെയും പാപം ചുമത്തിയിട്ട് അവന്റെ നീതി നമ്മളുടെ മേൽ പകർന്ന ആ കാരണം മുഖാന്തരം ദൈവിക നീതി ലഭിച്ചവരായി നാം തീർന്നു. സോ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ റൈച്ചസ്നെസ്. അവൻ നമ്മുടെ നീതിയാണ് എന്ന് നാം കാണുന്നു. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മോട് വായിക്കുന്ന വാക്കിങ്ങനെയാണ്: സാങ്ക്ടിഫൈ ദം ഇൻ ദ ട്രൂത്ത്, യുവർ വേർഡ് ഈസ് ട്രൂത്ത്. പിന്നെ നാം വായിക്കുന്നു: ഫോർ their sakes I sanctify myself, that they themselves also may be sanctified in truth. അപ്പോൾ നിന്റെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് പറയുകയാണ്: അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ വിശുദ്ധിയാണ്. അവൻ നമ്മുടെ നീതിയാണ്. അവൻ നമ്മുടെ വിശുദ്ധിയാണ്. യേശു ക്രിസ്തു നമ്മെ തൻ്റെ വചനത്താൽ ശുദ്ധീകരിച്ചു. യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു. അവൻ്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായി തീർന്നു. അപ്പോൾ നാം അവൻ വിശുദ്ധനായതുകൊണ്ടാണ് നാം ആ വിശുദ്ധി പകർന്ന് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് പകർന്നു തന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മളെ ദൈവം കാണുന്നത് വിശുദ്ധന്മാരായിട്ടാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ഹി ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. അവൻ നമ്മുടെ വിശുദ്ധിയാണ്. നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലാണ്: അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെട്ടത്. ഹി ഈസ് അവർ റിഡംഷൻ. യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ മുഖാന്തരമാണ് നമുക്ക് വീണ്ടെടുപ്പുണ്ടായത്. അപ്പോൾ ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത് കൊണ്ട് നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. എന്നാൽ നമുക്കുണ്ടായിരുന്ന വിധി ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം നാം നീതീകരിക്കപ്പെട്ടതുകൊണ്ട് ആ ദൈവിക തേജസ് നമ്മിലേക്ക് പകർന്നു നൽകുവാൻ ഇടയായി തീർന്നു. എത്രയോ ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. നാം ധ്യാനിച്ചതുപോലെ യേശു കർത്താവ്, ഹി ഈസ് അവർ വിസ്ഡം, ഹി ഈസ് അവർ റൈച്ചസ്നെസ്, ഹി ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഹി ഈസ് അവർ റിഡംഷൻ.
യേശു ക്രിസ്തു നമുക്ക് പരിജ്ഞാനമായി ജ്ഞാനമായി തീർന്നതുകൊണ്ട്, യേശു കർത്താവ് നമ്മുടെ നീതിയായി തീർന്നതുകൊണ്ട്, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിശുദ്ധി ലഭിച്ചതുകൊണ്ട്, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചതുകൊണ്ട് നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ സ്ഥാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഈ അനുഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ തേജോമയനായ മഹാപരിശുദ്ധനായ നീതിമാനായ മഹാവിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടായി. നാം അവന്റെ സന്നിധിയിൽ നിന്ന് ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം യോഗ്യരായി തീർന്നത് യേശു ക്രിസ്തു മൂലം നമുക്കുണ്ടായ ഈ വീണ്ടെടുപ്പും ഈ വിശുദ്ധിയും ഈ നീതിയും ഈ ജ്ഞാനവും നിമിത്തമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയുവാൻ വരം ലഭിച്ച്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിപ്പാൻ വരം ലഭിച്ച്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്ന നമുക്ക് ഇതൊക്കെ ദാനമായി തന്ന ദൈവസ്നേഹത്തെ ഓർക്കാം. കാൽവറി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മെ ചേർക്കുവാൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കാം. ത്രിയേക ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. അവന്റെ പരിശുദ്ധ സന്നിധിയിൽ വീണ് മുഴങ്കാൽ മടക്കി അവനെ മഹത്വമർപ്പിച്ച് ആരാധിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനും തേജോമയനുമായ ദൈവമേ, യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ വീണ്ടെടുപ്പിനായിട്ടും നന്ദിയോടെ സ്തോത്രം. അവൻ ഞങ്ങളുടെ വിശുദ്ധിയാകിയാൽ, അവൻ ഞങ്ങളുടെ നീതിയാകിയാൽ, അവൻ ഞങ്ങളുടെ ജ്ഞാനമാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനം ഞങ്ങളിലേക്ക് പകർന്നു തന്ന കർത്താവായ യേശു ക്രിസ്തുവിനായി, അങ്ങയുടെ വിശുദ്ധി ഞങ്ങളിലേക്ക് പകർന്നു തന്ന, ദൈവികമായ ആ തേജസ് ഞങ്ങൾക്ക് തന്ന, ഞങ്ങളെ നീതിയിലേക്ക് തിരികെ കൊണ്ടുവന്ന, ഞങ്ങൾക്ക് ദൈവികമായ സന്തോഷം പകർന്നു തന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങേക്ക് സകല മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപം ചുമന്നുകൊണ്ട് പാപത്തിന്റെ പ്രായശ്ചിത്ത ബലിയായി ക്രൂശിൽ മരിച്ച ഞങ്ങളുടെ കർത്താവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വല്ലഭനായ പ്രിയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.